ട്രാങ്കുലൈസർ തോക്കുകളുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ ആദ്യ ഭാഗത്തിൽ കണ്ടത് ക്യാപ്റ്റൻ ബാർണറ്റ് ഹാരിസിന്റെ ശ്രമങ്ങളായിരുന്നു. 1920കളിൽ അദ്ദേഹം മേഴ്സി ബുള്ളറ്റ് എന്ന ആശയം പരീക്ഷിച്ചു. മൃഗങ്ങളെ കൊല്ലാതെ പിടിക്കാനുള്ള ഒരു നൂതന ശ്രമം. പക്ഷെ അതിന്റെ പരിമിതികൾ കാരണം ഈ ആശയം അധികം വ്യാപകമായി പ്രയോഗിക്കപ്പെടാൻ കഴിഞ്ഞില്ല. ഈ വീഡിയോയിൽ ആ പരാജയപ്പെട്ട ആശയം വർഷങ്ങൾക്കിപ്പുറം ഒരു പ്രായോഗിക ഉപകരണമായി മാറിയതിനെ കുറിച്ച് നമുക്ക് നോക്കാം. 1950കളിൽ കോളിൻ മർഡോക്ക് എന്ന ന്യൂസിലാൻഡ് സ്വദേശിയെ ഈ ആശയത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. മർഡോക്ക് ഒരു ഫാർമസിസ്റ്റ് ആയിരുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വെറ്റിനറി ശാസ്ത്രജ്ഞനും കൂടിയായിരുന്നു. അദ്ദേഹം ന്യൂസിലാൻഡിലുള്ള ഒരു പ്രശ്നം മനസ്സിലാക്കി. ന്യൂസിലാൻഡിലെ മാൻകൂട്ടങ്ങളും കാട്ടാടുകളും അനിയന്ത്രിതമായി പെരുകുകയാണെന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവയെ നിയന്ത്രിക്കാനായി കർഷകർ സാധാരണയായി വിഷം ഉപയോഗിക്കുന്നതും വെടിവെക്കുന്നതും പതിവായിരുന്നു. മൃഗങ്ങളെ കൊല്ലാതെ പിടിക്കാൻ വേറൊരു മാർഗം ഉണ്ടാകണമെന്ന ചിന്ത അദ്ദേഹത്തെ ഹാരിസിന്റെ പഴയ മേഴ്സി ബുള്ളറ്റ് എന്ന ആശയത്തിലേക്ക് എത്തിച്ചു. ഹാരിസിന്റെ മേഴ്സി ബുള്ളറ്റിനേക്കാൾ കാര്യക്ഷമമായ ഒരു മാർഗം കണ്ടെത്താൻ മർഡോക്ക് ശ്രമിച്ചു. ഈ സമയത്ത് ഏറ്റവും വലിയൊരു മാറ്റം അദ്ദേഹം വരുത്തിയതെന്ന് വെച്ചാൽ വെടിയുണ്ടയുടെ പകരം ഒരു ചെറിയ ഡാർട്ട് ഉപയോഗിക്കുക എന്നതാണ്. സാധാരണ തോക്കുകൾക്ക് പകരം കംപ്രസ്ഡ് ഗ്യാസ് ഉപയോഗിച്ച് ഒരുപാട് ദൂരത്ത് എറിഞ്ഞെത്തിക്കാൻ പറ്റുന്ന ഒരു ഡാർട്ട് സംവിധാനം അദ്ദേഹം വികസിപ്പിച്ചു. ഇത് വളരെ ലഘുവും കാര്യക്ഷമവുമായിരുന്നു. 1959ൽ ആദ്യ പരീക്ഷണം ഒരു വംശനാശ ഭീഷണി നേരിടുന്ന മാൻകൂട്ടത്തിലാണ് അദ്ദേഹം നടത്തിയത്. ഡാർട്ട് അതിലൊരു മൃഗത്തെ വീഴ്ത്തി. അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് ഉറങ്ങിപ്പോവുകയും ചെയ്തു. മരുന്നിന്റെ എഫക്റ്റ് പിന്നീട് ദേഹത്തുനിന്ന് മാറിയപ്പോൾ ആ മാൻ വീണ്ടും ഓടിപ്പോയി. ഈ പരീക്ഷണം ഒരു വിജയമായിരുന്നു. ഈ പരീക്ഷണത്തിലെ വിജയത്തോടെ മർഡോക്കിന്റെ കണ്ടുപിടുത്തം വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ആദ്യം കർഷകരും വന്യജീവി ഗവേഷകരും ഇതിനെ സംശയത്തോടു കൂടിയാണ് സമീപിച്ചിരുന്നത്. എന്നാൽ വെറ്റിനറി ശാസ്ത്രജ്ഞരും ഗവേഷകരുമാകട്ടെ ഇതുപയോഗിച്ച് മൃഗങ്ങളിലെ രോഗപരിശോധനയും ആരോഗ്യ സംരക്ഷണവും നടത്താൻ തുടങ്ങി. ഒരിക്കൽ പരീക്ഷിച്ച ശേഷം ഇതിന്റെ പ്രായോഗികത എല്ലാവർക്കും തന്നെ മനസ്സിലാകുകയും ചെയ്തു. 1960കളിൽ ആഫ്രിക്കയിലെ വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഈ തോക്ക് വ്യാപകമായി ഉപയോഗിച്ചു. കെനിയയിലെ ഡോക്ടർ ടോണി ഹാർത്തൂൺ എന്ന ജീവിശാസ്ത്രജ്ഞൻ ഈ തോക്ക് ഉപയോഗിച്ച് പല മൃഗങ്ങൾ, കാട്ടുപോത്തുകൾ, ആനകൾ എന്നിവയെ പറ്റി പഠിച്ചു. അവയൊക്കെ വ്യത്യസ്ത വലിപ്പത്തിലുള്ളതിനായതിനാൽ ഓരോ മൃഗത്തിനും വ്യത്യസ്ത ഡോസ് ഉപയോഗിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. ഇത് പിന്നീട് ട്രാങ്കുലൈസർ ഗൺ ഉപയോഗിക്കുന്നതിലെ ഒരു പ്രധാന മാനദണ്ഡമായി മാറി. 1970കളോടെ സോവിയറ്റ് യൂണിയനിലും ഇതിന്റെ പ്രയോഗം വ്യാപകമായി നടന്നു. അവിടെ വന്യമൃഗങ്ങളുടെ ഭൂരിപക്ഷം ശീതമേഖലകളിൽ കഴിയുന്നതിനാൽ അവർ തങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ട്രാങ്കുലൈസർ ഗൺ വികസിപ്പിച്ചു. IZH-18M എന്ന തോക്ക് ട്രാങ്കുലൈസർ ഡാർട്ടുകൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തു. ഇത് സൈബീരിയൻ ചെന്നായകളെ പിടികൂടാനായി അവർ ഉപയോഗിക്കുകയും ചെയ്തു. ഇന്നത്തെ സാഹചര്യത്തിൽ ട്രാങ്കുലൈസർ ഗൺ വന്യജീവി പരിരക്ഷണത്തിനും ഗവേഷണത്തിനും അനിവാര്യമായി മാറിയിരിക്കുന്നു. മൃഗങ്ങളെ പറ്റി പഠിക്കാനോ അവയുടെ ആരോഗ്യനില പരിശോധിക്കാനോ പ്രജനനം നടത്താനോ ഇനി അരിക്കൊമ്പനെ പോലെ ആൾവാസ മേഖലയിലേക്ക് കടന്നു വരുന്ന മൃഗങ്ങളെ സുരക്ഷിതമായി മാറ്റാനോ ഒക്കെ ഇത് നന്നായി ഉപയോഗിക്കുന്നു. കൂടാതെ സൂകളിലും വന്യജീവി സങ്കേതങ്ങളിലും മൃഗങ്ങളെ പിടിച്ച് വാക്സിനേറ്റ് ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു. മർഡോക്കിന്റെ കണ്ടുപിടുത്തം വംശനാശ ഭീഷണി നേരിടുന്ന പല ജീവജാലങ്ങൾക്കും ഒരു സഹായകമായിട്ടുണ്ട്. ആദ്യകാല പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടുപിടിച്ച് ഇന്ന് ഇതിന്റെ ഉപയോഗം ശാസ്ത്രീയമായി നിയന്ത്രിക്കപ്പെടുന്നു. ഹാരിസിന്റെ ആദ്യത്തെ ശ്രമം ഒരു സാധ്യതയായി മാത്രം കണക്കാക്കിയിരുന്നെങ്കിൽ മർഡോക്കിന്റെ കണ്ടുപിടുത്തം അതിനെ ഒരു പ്രായോഗിക ഉപകരണമാക്കി മാറ്റി. ഈ ഗവേഷകരുടെ പരീക്ഷണങ്ങളുടെ ഫലമായി ട്രാങ്കുലൈസർ ഗൺ ഇന്ന് വന്യജീവി സംരക്ഷണത്തിന് അത്യാവശ്യമായ ഉപകരണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. വേറൊരു വിഷയമായി വീണ്ടും കാണാം.